വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ഈ മിടുക്കന്മാരെയും മിടുക്കികളെയും ഒക്കെ എനിക്ക് കാണാൻ കഴിയുന്നത്. മിടുക്കികളുടെ എണ്ണമാണ് കൂടുതൽ, മിടുക്കന്മാർ കുറച്ച് കുറവാണ്. എങ്കിലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാൻ നിങ്ങളെ കാണുമ്പോൾ എന്റെ 2 യൂണിവേഴ്സിറ്റികളൊക്കെ ആണ് കുറിച്ച് ഓർക്കുന്നത്. നിങ്ങൾ കുറെ പേർ എന്റെ ആരോഗ്യ സർവകലാശാലയിൽ MBBS പഠിക്കാൻ വരും, കുറെ പേര് നഴ്സിംഗ്, B.Pharm, ഡെന്റൽ ഇതൊക്കെ പഠിക്കാൻ വരും. കുറെ പേര് ഈ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ 4 ഇയർ UG പ്രോഗ്രാം BA BSc ഒക്കെ പഠിക്കാൻ വരും. അപ്പൊ നിങ്ങളെല്ലാവരും തന്നെ എന്റെ യൂണിവേഴ്സിറ്റിയിൽ വരാനുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി നിങ്ങളെ എല്ലാവരെയും എന്റെ 2 യൂണിവേഴ്സിറ്റികളിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. 80 വർഷം കഴിഞ്ഞു നമ്മൾ. ഈ 80 വർഷത്തിനിടയിൽ അത്ഭുതകരമായ നേട്ടമാണ് നമ്മളെല്ലാവരും ഉണ്ടാക്കിയിരുന്നത്. ഞാനൊക്കെ നിങ്ങളുടെ പ്രായമായിരുന്നപ്പോൾ ഭാരതം വളരെ ദരിദ്രമായ അവസ്ഥയിലായിരുന്നു. ഇന്നങ്ങനെയല്ല. 47-ൽ ഒരു ശരാശരി ഇന്ത്യക്കാരൻ 32 വയസ്സുവരെ ജീവിക്കുകയുള്ളായിരുന്നു. ഇന്നോ 70-ഉം 75-ഉം 80-ഉം വരെയാകുന്ന രീതിയിലാണ്. ലോകത്തിലെ ഏറ്റവും അധികം മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന 3ാമത്തെ രാജ്യം ഇവിടമാണ്. ഡോക്ടർമാരെന്ന നിലയിൽ, ഫാർമസിസ്റ്റുകൾ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. നിങ്ങൾ കോവിഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. കോവിഡിന്റെ വാക്സിൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഈ കോവിഡിന്റെ വാക്സിനൊക്കെ ഉണ്ടാക്കിയത് ഇവിടെയാണ്. 200 കോടി ഡോസ് വാക്സിൻ ഇവിടെയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ആ ഒരു രാജ്യത്താണ് നിങ്ങൾ വളരുവാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും മികവാർന്ന നിലയിൽ എത്താൻ പോവുകയാണ്. ഇനി 2047 ആകാൻ ആകെ 20 വർഷങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 35-37 വയസ്സാണ്. ഇപ്പൊ നിങ്ങൾ ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഒക്കെ എടുത്ത് ഇന്ത്യയുടെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വളരെ മിടുക്കനും മിടുക്കിയുമായി ഇരിക്കും, ഇല്ലേ? എന്താ സംശയം? മിടുക്കനും മിടുക്കേണ്ടി ഇരിക്കുമോ? ഇരിക്കുമെങ്കിൽ യെസ് എന്ന് ഉറച്ചു പറയൂ. യെസ്. കുറച്ചുകൂടെ പോരാ, ശബ്ദം പോരാ. യെസ്. അപ്പോ ആ നിങ്ങളെ ഇപ്പൊ കാണാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമാണ്. 2047 ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. പക്ഷെ ഇന്ന് നിങ്ങളെ കാണാൻ കഴിയുന്നത് ആണ് എന്റെ ഏറ്റവും ഭാഗ്യം. ബഹുമാനപ്പെട്ട ഗവർണർ, നമ്മുടെ MLA എല്ലാവരുടെയും ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. എന്നിട്ട് നിങ്ങളെ പോലെയുള്ള ആളുകളെ ചില ആളുകൾ എന്താ വിളിക്കുന്നതെന്നറിയാമോ? കോക്രോച്ച്, പാറ്റകൾ. നിങ്ങൾ അതാണോ? നിങ്ങൾ കോക്രോച്ചാണോ? നിങ്ങൾ പാറ്റകളാണോ? നിങ്ങൾ പിന്നെ എന്താണ്? നിങ്ങൾ ഈ നാടിന്റെ കരുത്തായ സിംഹങ്ങളാണ്. ശരിയാണോ? നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ചാണോ അല്ല എന്നുള്ളവരൊന്ന് ഉറച്ചു പറഞ്ഞേ. എനിക്ക് സംശയമായിട്ട് ചിലപ്പോഴും പാറ്റയാണോ? ആണോ? ആ മിടുക്കി പറഞ്ഞു. ബാക്കി എല്ലാരും കൂടെ ഉറച്ചു പറഞ്ഞേ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ അല്ല എന്ന്. പോരാ, ശബ്ദം പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, ചായ കിട്ടിയല്ലോ. നിങ്ങൾ ഈ രാജ്യത്തിന്റെ കരുത്തായ സിംഹങ്ങളാണ്, ദുർഗാദേവികളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നാളുകൾ മികവിന്റേതാണ്. നിങ്ങളെ ലോകത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കും. അപ്പൊ അതിന് ചെയ്യാൻ ഉള്ള കാര്യം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കണം. ഏത് കോഴ്സ് പഠിക്കണമെന്ന് നിങ്ങളുടെ അയൽവാസി പറയും, അച്ഛൻ പറയും, ടീച്ചർ പറയും. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കോഴ്സ് ഏതാണ്? അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തും പഠിക്കാനുള്ള അവസരം എല്ലാ യൂണിവേഴ്സിറ്റികളിലുമുണ്ട്. പ്രത്യേകിച്ച് എന്റെ യൂണിവേഴ്സിറ്റിയായ കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്, ആരോഗ്യ സർവകലാശാലയിലുണ്ട്. അതിൽ നിങ്ങൾ എന്തു പഠിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, പഠിക്കുന്നതിൽ നിങ്ങൾ ടോപ്പ് ആകണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ടോപ്പ് ആയിട്ടുണ്ട് അല്ലേ? സ്കൂളില്, ക്ലാസ്സില് എല്ലാം ടോപ്പ് ആയിട്ടുണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് തുടരാൻ കഴിയും. അത് തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളെ പാറ്റകളെന്ന് വിളിക്കുന്ന ആളുകൾ പാറ്റകളെ പോലെ ഇല്ലാതാകും.
നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമായി തുടരും. നിങ്ങൾക്ക് കേരളത്തിന്റെ അല്ല, ഭാരതത്തിന്റെ അല്ല, ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ പൊസിഷനുകളിൽ എത്താൻ കഴിയും. അച്ഛനമ്മമാർക്ക് അത് ഉറപ്പുണ്ടോ ഈ കുട്ടികൾ വളരുമെന്ന്? ഇല്ലേ? യു ആർ ഷുവർ. അപ്പൊ ആ രീതിയിൽ വളരാനുള്ള അതിന് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതേസമയം നിങ്ങൾ കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഉറങ്ങാറുണ്ട് 8 മണിക്കൂർ, അതിൽ കൂടുതൽ ഉറങ്ങില്ല. ഇനി 8 മണിക്കൂറല്ലെങ്കിലും ഉറങ്ങണം. അതുപോലെ തന്നെ നിങ്ങൾ കളിക്കാറുണ്ടോ? ഓടാനും ചാടാനും പോകാറുണ്ടോ? ആൾ ഓഫ് യു മസ്റ്റ് പ്ലേ ഫിസിക്കൽ ആക്ടിവിറ്റി. നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല, നിങ്ങളുടെ തലച്ചോറിനും വികസനം വരും. നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. നന്നായിട്ട് ഉറങ്ങിയാൽ നിങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്? ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്? ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? പറയാം ആർക്കെങ്കിലും? ആർക്കും അറിയില്ല. ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം ആകെ ഒന്നേ ഉള്ളൂ. അത് വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഉണ്ടാക്കുന്ന ഭക്ഷണം, അല്ലാതെ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണമല്ല. നിങ്ങൾക്ക് അത് ഉറപ്പാണോ? അച്ഛനും അമ്മമാരും ഇവിടെയുണ്ട് അല്ലേ? നിങ്ങൾ ആ ഭക്ഷണമാണോ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഭാരതത്തിന്റെ, കേരളത്തിന്റെ നാടൻ ഭക്ഷണത്തെക്കാളും നല്ലൊരു ഭക്ഷണം ഇവിടെ ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആ ഭക്ഷണം നിങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. അവരെ കളിക്കാൻ അനുവദിക്കുക, അവരെ ഉറങ്ങാൻ അനുവദിക്കുക. അവര് ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും അവര് A+ഉം AA+ഉം ഒക്കെ വാങ്ങി ഏറ്റവും മികവാർന്ന നിലയിൽ വളരും. അതിനുള്ള അവസരം, അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ദൈവം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭാരതത്തിന്റെ ഏറ്റവും മികവാർന്ന പൗരന്മാരായ നിങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടെ ഈ നാട്ടിന്റെ ഏറ്റവും ഉന്നതിയിലോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.